നമസ്കാരം ഫ്രണ്ട്സ്, ക്രാഫ്റ്റി കലാപരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു തൂക്കുപാലം, നമ്മുടെ അടുത്തുള്ള ഒരു തൂക്കുപാലത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഇന്ന് വൈഫും കുഞ്ഞും കൂടി ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മൾ ഒരു തൂക്കുപാലത്തിലാണ്. നമ്മൾ ഇന്ന് എത്തിയേക്കണത് ഒരു 5 മണി ആ ഒരു സമയത്താണ് നമ്മൾ വന്നാക്കണത്. അപ്പോൾ ഏകദേശം ആ ഒരു സമയത്ത് വരുമ്പോഴേക്കും ഇത്തിരി കാണാൻ അവിടെ ഒരു ഭംഗിയുള്ളത് മാത്രമല്ല, നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ഫില്ലർ, ആ ഫില്ലറിലാണ് നല്ല ഒരു ഇരുമ്പിൻ്റെ റോപ്പ്, ആ റോപ്പിലാണ് ഈ ഒരു നമ്മുടെ തൂക്കുപാലം ഹാങ് ചെയ്താക്കണത്. അങ്ങനെ അധികം ആർക്കും അറിയാത്തൊരു തൂക്കുപാലമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് യാത്ര എളുപ്പത്തിനായി 2 കരകളെയും തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ ഒരു തൂക്കുപാലം. നമുക്ക് മാത്രമല്ല സേവ് ദ ഡേറ്റിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു പ്ലേസ് കൂടിയാണ്. 2012 ഈ ഒരു തൂക്കുപാലം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവിടെ എത്രത്തോളം മനോഹരമാണ് എന്നുള്ളത്. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ കുറച്ച് കുട്ടികൾ ഈ ഒരു തൂക്കുപാലം കാണാൻ വന്നിട്ടുണ്ടായി. കൂടാതെ ഈ ഒരു തൂക്കുപാലത്തിൽ വാഹനങ്ങൾ ഒന്നും തന്നെ കൊണ്ടുപോകാൻ സാധിക്കില്ല കേട്ടോ. നടപ്പാത എന്ന ഒരു ആശയം മുൻനിർത്തിയാണ് ഈ തൂക്കുപാലം ഇവിടെ ഉള്ളത്. ഞങ്ങൾ കയറി ചെന്നിടത്ത് നിന്നും നടന്ന് അക്കരെ എത്തിയപ്പോൾ വളരെ മനോഹരമായ ഒരു ജാതിത്തോട്ടം കാണാൻ സാധിച്ചു. തികച്ചും വ്യത്യസ്തമായൊരു നല്ലൊരു അനുഭവം കൂടിയാണ് ഈ ഒരു തൂക്കുപാലം. കൂടാതെ ഞങ്ങൾ അവിടെ വെച്ച് കുറച്ച് നല്ല ഫോട്ടോസും എടുക്കാനിട വന്നു. നമ്മൾ കയറി ചെന്ന ഭാഗത്തു നിന്നുമായി ഇറങ്ങിയ ഒരു ഭാഗം, അതായത് ആ ജാതിക്കൊക്കെ നിൽക്കുന്ന ഒരു ഭാഗമാണ് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടു. നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. മാത്രമല്ല പൊന്നി ഒരുപാട് ഹാപ്പി ആയിരുന്നു. മാത്രമല്ല നമ്മൾ ഈ തൂക്കുപാലത്തിലൂടെ നടക്കുമ്പോൾ ചെറിയൊരു ആട്ടമൊക്കെ നമുക്ക് തോന്നുമെങ്കിലും കുറേയധികം നല്ലൊരു കമ്പികൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഒരു തൂക്കുപാലം. ഈ ഒരു തൂക്കുപാലം തൃശ്ശൂർ ജില്ലയിലെ കുണ്ടൂർ എന്ന പഞ്ചായത്തിൽ പായത്തുരുത്ത് തൂക്കുപാലം എന്നാണ് ഈ ഒരു തൂക്കുപാലത്തിന് അറിയപ്പെടുന്നത്. നമ്മൾ ഈ തൂക്കുപാലത്തിൽ നിന്ന് കയറി തൂക്കുപാലം എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പോയത് നമ്മുടെ അയിരൂരുള്ള ദേവസിക്കുട്ടി ചേട്ടൻ്റെ തട്ടുകടയിലേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം ഒരു 2 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ദേവസിക്കുട്ടി ചേട്ടൻ്റെ തട്ടുകടയിലേക്ക് പോയി വരാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അവിടെ ചെന്നാൽ നല്ല ഫുഡും കിട്ടും. അപ്പോൾ തൂക്കുപാലവും കാണാം, അതേപോലെ തന്നെ ദേവസിക്കുട്ടി ചേട്ടൻ്റെ. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം. മാത്രമല്ല ഇനിയും പുതിയൊരു നല്ല വീഡിയോസായിട്ട് നമുക്കിനി വീണ്ടും കാണാം. താങ്ക്